ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്തെ 10 വർഷം പ്രധാനമന്ത്രിയായി ഭരണം നടത്തിയാണ്. അതിനു മുമ്പ് അദ്ദേഹം നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്നു 91 മുതൽ 96 വരെ. ഡോക്ടർ മൻമോഹൻ സിംഗിനെക്കുറിച്ച് അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. അധ്യാപകരെന്ന നിലയിൽ, ഗവേഷകരെന്ന നിലയിൽ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ വിവിധങ്ങളായ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. UGCയുടെ ചെയർമാനായിരുന്നു, RBIയുടെ ഗവർണറായിരുന്നു. അതോടൊപ്പം തന്നെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ 91 മുതൽ നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം നടപ്പാക്കിയ സ്വകാര്യവൽക്കരണ, ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ നയങ്ങൾ, തീർച്ചയായും അതിനെക്കുറിച്ചുള്ള ഏറെ വിമർശനങ്ങൾ അന്നും ഇന്നും നിലനിൽക്കുന്നു എന്നൊരു വസ്തുതയാണ്. പക്ഷെ അത് നടപ്പാക്കിയപ്പോൾ രാജ്യത്തിന് മറ്റൊരു പുറത്തുണ്ടായിട്ടുള്ള ചില നേട്ടങ്ങളെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ അത് തികഞ്ഞ ഒരു സാമ്പത്തിക നയമെന്ന നിലയിലെടുത്താൽ മുതലാളിത്ത സാമ്പത്തിക നയമാണ് അന്ന് നടപ്പാക്കിയതെന്ന് നമുക്കറിയാം. അന്ന് രാജ്യത്തിന് ചിലപ്പോൾ അത് ആവശ്യമായിരിക്കും. പക്ഷെ ആ നയം നടപ്പാക്കുന്നതിൽ അസാധാരണമായ വൈദഗ്ധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ നടപ്പാക്കി മുന്നോട്ട് പോയത്. ഇത് സൂചിപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിന് ശേഷം ഇവിടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് കാലഘട്ടത്തിൽ 2016 നോട്ട് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ശബ്ദം നമുക്ക് അന്ന് പാർലമെൻറ്റിൽ കേൾക്കാമായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് തനി കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ്. ആ രീതിയിൽ ശക്തമായ പ്രതികരണം പിന്നീട് വന്ന ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലുള്ള കഴിവാണ് എടുത്തു കാണിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഭരണകാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ രാജ്യം നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതൊരു കാരണവശാലും തൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു കാര്യവും ചെയ്യുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ എന്ന പേരിൽ അറിയപ്പെടാതിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇവിടെ നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടണമെന്നാണ്. ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെ അറിയപ്പെടണം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് എന്നതുകൊണ്ട് ഞാൻ ഈ സമയത്ത് അത് സൂചിപ്പിക്കുകയാണ്. ആളുകളുടെ പേരിൽ അറിയപ്പെടുന്നതിനും അപ്പുറത്ത് ഒരു രാജ്യത്തിൻ്റെ പേരിൽ, ഒരു കാലഘട്ടത്തിൻ്റെ പേരിൽ ആ രാജ്യം നടപ്പാക്കിയ നയങ്ങളെക്കുറിച്ച് രാജ്യവും ലോകവും അറിയണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ലോകമാകെ ബഹുമാനിച്ച, ആദരിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ കാലത്തെ ഭരണത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ രാജ്യത്ത് നടക്കുമ്പോഴും ഏറ്റവും ഒരു നിശബ്ദമായ പ്രവർത്തനത്തിലൂടെ തൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, തൻ്റെ രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയുള്ള ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആ വലിയ മനുഷ്യൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ടവരുടെ എല്ലാം കുടുംബാംഗങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെ എല്ലാം വേദനയിൽ പങ്കാളി ആയിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.